നമ്മക്ക് എന്തോ പറയാൻ പറ്റും. അവര് പറയട്ടെ. അവൻ അവന്റെ അമ്മേനെ അറിയാം, പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ എന്ത്, അതാണ് അവൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? അത് ഇപ്പോഴത്തെ ഇപ്പൊ ഒരു വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. സോ ഹലോ ഗൈസ്, നാളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു വീഡിയോ കാണുന്നത് കൂടുതലായിട്ടും അമ്മമാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരു മോനെ, അല്ലെങ്കിൽ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പ്രായം വെച്ച് കിച്ചു ചേട്ടനെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക തന്നെ വേണം. കാരണം എത്രത്തോളം ആളുകളുണ്ട് കിച്ചു ചേട്ടനൊപ്പം നിൽക്കാൻ, എത്രത്തോളം ആളുകളുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് പട. അതായത് ബിഗ് ബോസിൽ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ആ ഒരു വീട്ടിൽ നിന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് താറുവാരി അടിക്കാൻ വേണ്ടി, കിച്ചു ചേട്ടനെ താറുവാരി അടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കിച്ചു ചേട്ടന് സപ്പോർട്ടായിട്ട് എത്ര പേരുണ്ട്, കിച്ചു ചേട്ടന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടെന്ന് ഈ ഒരു ഒറ്റ വീഡിയോ വഴി നമുക്കറിയാം. എന്തായാലും തുടർന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ബിഗ് ബോസിലുള്ള കുറേ വൃത്തികെട്ട ആളുകൾ വന്നിട്ട് കിച്ചു ചേട്ടനെ താറുവാരി അടിക്കുന്നുണ്ട്. ഒരു കഥയും ഒരു ഇതും അറിയാതെ തുമ്മും വാലും അറ്റവും മുറിയും കേട്ടിട്ട് വന്ന് കടന്ന് ഡയലോഗ് അടിക്കാൻ നിനക്കൊക്കെ നാണമുണ്ടോ? എനിക്കറിയാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നനുമോൾ ചേച്ചി ആയാലും RJ ബിൻസി ആയാലും നിങ്ങളൊക്കെ വന്ന് കിടന്ന് എന്തോ അറിഞ്ഞിട്ടാണ് വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതിനുശേഷം നമുക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഷാരികയ്ക്കുള്ള ചുട്ട മറുപടി. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയൊരു കാര്യവും ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 100-300 കമൻറ്റ് അടുപ്പിച്ച് വന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഷാരികയെ കുറിച്ച് തന്നെയാണ്. ആ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ വഴി വരാം. അതിനു മുമ്പ് ഷാരിക എടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം എന്തോ വിട്ടുപോയെന്ന്. അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല, ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണു സുധി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണു സുധി എന്നെ നിനക്ക് അയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. എന്റെ പൊന്ന് ശാരിക, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബിഗ് ബോസ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ ആരാ? അല്ലെങ്കിൽ രേണു സുധിക്ക് മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്തത് ആരാ? ലാലേട്ടനോ അല്ലെങ്കിൽ അതിന്റെ ഷോയുടെ ഡയറക്ടറോ? മനസ്സിലാത്തൊരു കാര്യം, ബിഗ് ബോസ് ടൈമിൽ നിങ്ങൾക്ക് മൊബൈൽ സഹിതം സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചു തന്നോ? തെളിവ് കൊണ്ടുപോവാ ശാരിക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വിത്ത് ചലഞ്ച് ചെയ്യുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. ഇത്രയും ഡയലോഗ് നിങ്ങൾ വിടുന്നുണ്ടല്ലോ. രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സ്ക്രീൻഷോട്ട് അടക്കം മുൻപേ ഒരു ദിവസത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അതായത് നിങ്ങളെ ഇവർക്കൊരു ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ബിഗ് ബോസിൽ പോയ ടൈമിൽ മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങളൊന്ന് കാണാൻ പോലും രേണു ചേച്ചി വന്നിട്ടില്ല. ആ ഒരു സമയത്താണ് സ്ക്രീൻഷോട്ട് അടക്കം അല്ലെങ്കിൽ കിച്ചു ചേട്ടൻ വിളിക്കുന്ന ആ ഒരു സൗണ്ട് സ്പീക്കറിൽ ഇട്ട് കേൾപ്പിക്കുകയും അതിനെ തുടർന്നിട്ട് എത്ര രൂപ GPay ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളെ കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. നാണമുണ്ടോ? കുറെ ആളുകൾ ഇതേ സംഭവം വന്ന് രംഗത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പൈസ അയച്ചു കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് സംഭവങ്ങളും കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിനെ കേട്ടിട്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് ഞാനങ്ങ് പാടിത്തരാമെന്നും പറഞ്ഞ് കിടന്ന് പാടുന്ന ശാരിക, നിങ്ങൾ പറയുന്നത് സമ്പൂർണ്ണമായിട്ടും തെറ്റാന്ന് ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്, മുഴുവനായിട്ടും എക്സ്പോസ് ആയിരിക്കുകയാണ് ശാരിക. നിങ്ങൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ആ ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാൻ പൊളിച്ചടുക്കി കഴിഞ്ഞു. പിന്നെ ഈ ഒരു സംഭവം കൂടെ വന്നപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്നത്, റീച്ച് ഉണ്ടാക്കുന്നതൊന്നും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ വായി തോന്നുന്നത് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള ഒരു പ്രകൃതം മാറ്റിക്കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. ഇല്ലെങ്കിൽ ഉടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ റിയാക്ഷൻ ചാനൽസ് ഇവിടെ തന്നെ ഉണ്ട് ശാരിക. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ വേണ്ടിയാണ് റിയാക്ഷൻ ചാനൽ ഇവിടെ ഇരിക്കുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ നോക്കി കണ്ടു വന്ന് നടന്ന് ഡയലോഗ് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാൻ കേട്ടോ. ഇനി അനുമോള് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോള് ചേച്ചി നമ്മളുടെ കിച്ചു ചേട്ടനെ തുടർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവം കേട്ടതിന് ശേഷം അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കുന്നത് കേട്ട് നോക്ക് നിങ്ങൾ. കിച്ചുവിന്റെ ഇഷ്ടമല്ലേ, ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോരുത്തർ എങ്ങനെ വീഡിയോ ചെയ്യണം ചെയ്യണ്ടെന്നുള്ള. അപ്പൊ അതിൽ നിന്ന് എനിക്കൊന്നും പറയാനില്ല. അത് അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിൽ ഞാനൊന്നും സംസാരിക്കാനും ചേച്ചിടത്തും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഈ ചെവി കൊടുക്കട്ടെ ഈ ചെവി കൊടുക്കണം. അപ്പൊ ഞാൻ കിച്ചുനെ ഞാൻ വിളിച്ചിട്ടില്ല, കിച്ചുനത്ത് അതാ പറയാനുള്ളത്. കാരണം അവരുടെ മുന്നത്തെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അത് ഇപ്പോഴത്തെ ഇപ്പൊ ഒരു വയ്യാണ്ടിരിക്കുന്ന സമയത്ത്
ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്നും പ്രതികരിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പോകില്ല. നമ്മള് പുള്ളിക്കാരി കാണുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല, ചോദിക്കാൻ ഇടം കൊടുത്തില്ല, അത്രയാണ്. എന്റെ പൊന്നനുമോള് ചേച്ചി, നിങ്ങൾക്ക് ഇനാഗ്രേഷൻ സംഭവങ്ങളും ഒക്കെ കാരണം നിങ്ങൾ അത്യാവശ്യം തിരക്കൊക്കെ ആയിരിക്കും, ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ചേച്ചി ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അറിയണം. കാരണം ചേച്ചി ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കിച്ചു ചേട്ടൻ ഈ സംഭവത്തിനെ തുടർന്ന് അങ്ങോട്ട് ഇടപെട്ടിട്ടേ ഇല്ല. ഇത്രയൊക്കെ ഒരു അലിഗേഷനും ഇത്രയൊക്കെ ഒരു അസുഖം എന്നൊക്കെ പറഞ്ഞ് രേണു ചേച്ചി രംഗത്ത് വന്ന് സംസാരിച്ചപ്പോൾ പോലും കിച്ചു ചേട്ടൻ അതിനകത്ത് തലയിടുകയോ അല്ലെങ്കിൽ ഇതിനെ തുടർന്നിട്ട് ഒരു വാക്ക് സോഷ്യൽ മീഡിയ വന്ന് മിണ്ടുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് കുറെ എണ്ണം മാത്രമല്ല, ഈ രേണു ചേച്ചി അടക്കമുള്ള ആളുകൾ യൂട്യൂബിൽ വീഡിയോ വഴി വന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോൻ, ഞാൻ അന്നെങ്കിൽ എൻ്റെ 11 വയസ്സ് തൊട്ട് നോക്കി വളർത്തിയിട്ടുള്ള കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോൻ എന്നെ ഇതുവരെ കാണാൻ വന്നിട്ടില്ലെന്ന്. ഇതേ കൊണ്ട് സൈബർ അറ്റാക്കിന് വേണ്ടി നിങ്ങളങ്ങ് വലിച്ചു കയറിക്കോ ഇട്ട് തരികയാണ് ഞാൻ എന്നും പറഞ്ഞ് രേണു ചേച്ചി സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയം നോക്കിയിരിക്കുകയാണ്. നെഗറ്റീവ് അടിക്കുന്ന കുറേ എണ്ണം ചാടിത്തുള്ളി വന്നിട്ട്, കിച്ചു നീ കണ്ടിട്ടില്ല, നിനക്ക് നാണമുണ്ടോ, നീ എന്തോ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ മറന്നു എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട കമന്റുകളും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സൈബർ അറ്റാക്ക് കേൾക്കുമ്പോൾ അത് അത്രയും കേട്ടോണ്ടിരുന്നിട്ട് കൈയടിച്ച് എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കിച്ചു ചേട്ടൻ വലിയ പുണ്യാത്മാവൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കിച്ചു ചേട്ടൻ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇപ്പൊ അനുമോള് ചേച്ചി വന്ന് പറഞ്ഞിട്ടുള്ളത്, കുറ്റം പറയാതിരിക്കുക എന്ന്. ഒരിക്കലും പറ്റത്തില്ല ചേച്ചി. ഒരാളെ എന്തോ പറഞ്ഞു, രേണു ചേച്ചിക്ക് ഇപ്പോൾ ഒരു അസുഖമാണ്, അതിനെ തുടർന്നിട്ട് കിച്ചു ചേട്ടൻ ചുമ്മാ കയറി കുറ്റം പറയേണ്ട ഒരു ആവശ്യവുമില്ല. രേണു ചേച്ചി അത്രയും ഒരു സൈബർ അറ്റാക്കിൽ ഇട്ട് കൊടുത്തപ്പോൾ മാത്രമാണ് കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ചുമ്മാ പറയേണ്ട ആവശ്യവുമില്ല, ഞാൻ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അതിനൊന്നും അംഗീകരിക്കാതെ അതിന് തിരിച്ചു മറുപടിയും പറഞ്ഞ് തുടർന്നുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് ഒരു ചാപ്റ്റർ ഞാൻ അവിടെ വെച്ച് ക്ലോസ് ചെയ്തത് എന്നാണ് കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അനുമോള് ചേച്ചി ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. ആ സംഭവം കാരണം മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടും അറിയാവുന്ന ഒരാളും കിച്ചു ചേട്ടനെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ലൂപ്പിൽ കിച്ചു ചേട്ടനെ വലിച്ചടിച്ചതാണ്, ഒരിക്കലും ചാടിത്തുള്ളി വന്നിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ചുമ്മാ ചാടിക്കളി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതല്ല. കിച്ചു ചേട്ടൻ മിണ്ടായിരുന്നപ്പോൾ കിച്ചു ചേട്ടൻ പറയണമെന്നും പറഞ്ഞ് എല്ലാം കൂടെ വലിച്ചടിച്ച് ആ ലൂപ്പിലോട്ട് പെടുത്തിയതാണ്. ഒരു ഫൈനൽ എക്സ്പ്ലനേഷന് ക്ലാരിറ്റി സംഭവങ്ങൾ തന്നിട്ടാണ് കിച്ചു ചേട്ടൻ നിർത്തിയിട്ടുള്ളത്. ഇനിയെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്ത് കിച്ചു ചേട്ടൻ മുൻപിലോട്ട് പോട്ടെ. പിന്നെ സൈബർ അറ്റാക്കിന് എന്തിനാ വലിച്ചിടക്കുന്നത്? ഇനി ഇതേ അനുമോള് ചേച്ചി തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ രേണു ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അനുമോള് ചേച്ചി പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഞാൻ വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചിന്റെ അടുത്ത് പോയത് കണ്ട് എന്താ പുള്ളിക്കാരിക്ക് എന്താ പറയണ്ടേ, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി. അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പൊ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒക്കെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ടാണെങ്കിൽ വൃത്തികെട്ടവും വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ രേണു ചേച്ചി അതെങ്കിൽ എന്താണൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങ് തുടങ്ങി രേണു ചേച്ചി ഇങ്ങനെ നിൽക്കുമായിരുന്നു, അന്നേരമാണ് അളിയൻ വന്ന് കണ്ടോണ്ട് രേണു ചേച്ചി രക്ഷപ്പെട്ടത് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഈ അനുമോളും അതേപോലെ കുറച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഈ രേണു ചേച്ചി കാണാൻ വേണ്ടിയൊക്കെ പോയിട്ടുള്ളത്. ചേച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അതായത് പഴയതിൽ നിന്നും നല്ല ഇച്ചിരി ശക്തിയൊക്കെ വീണ്ടെടുത്ത് രേണു ചേച്ചി പഴയത് കൂട്ടൊക്കെ ആയി വരുന്നു, ആക്റ്റീവൊക്കെ ആയി വരുന്നു എന്നാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയി വരട്ടെ, മുൻപിലോട്ട് ശക്തിയോടെ തന്നെ രേണു ചേച്ചി കയറി വരിക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വെള്ളം പൂശത്തേയില്ല. കാരണം നേരത്തെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇഷ്ടംപോലെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിമർശിച്ചിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ അസുഖം വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അസുഖത്തിന് വേഗം വീണ്ടെടുത്ത് രേണിച്ചിട്ട് പഴയ ശക്തിയോടെ തന്നെ തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞ് പഴയ കാര്യങ്ങൾ നമ്മൾ വെളുപ്പിച്ചിട്ടുമില്ല. ഇപ്പോഴായാൽ പോലും സംസാരിക്കണം, ഇതിന് എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് രേണു ചേച്ചി അല്ലെങ്കിൽ കിച്ചു ചേട്ടനെ വലിച്ച് ഈ ഒരു ലൂപ്പിലോട്ട് അടിച്ചപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മറുപടി സംഭവങ്ങൾ കൊടുക്കുക തന്നെ ചെയ്തു. പിന്നെ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി പറയുന്നത് അടിസ്ഥാനപ്പെട്ട് രേണു ചേച്ചി പഴയതിൽ നിന്ന് ഒന്ന് ഓവർകം ചെയ്ത് വരുന്നുണ്ട്, വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എന്നും പ്രാർത്ഥിക്കുകയൊക്കെ തന്നെ ചെയ്യും. ഇനിയിപ്പം നമ്മുടെ ആർ ജെ ബിൻസിയെ കുറിച്ച് കൂടുതലൊന്നും പറയത്തില്ല. നമ്മൾ ആ ബിഗ് ബോസ് ടൈമിലെ വിട്ടൊരു കാര്യമാണ്. ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. എൻ്റെ ആർ ജെ ബിൻസി ചേച്ചി എന്തെങ്കിലും അറിയാമോ? എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പറയുന്നതിൽ പല ആൾക്കാരും ചില കാര്യങ്ങൾ പറയുന്നത്, സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുക, സ്വന്തം മകനല്ല നോക്കിയിരുന്ന മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. അതിനിടയിൽ ഈ ലാസ്റ്റായിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും വാടപ്പിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് കുറേ കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ള ചെയ്യുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ബ്രോ, ആ കിച്ചുവിന്റെ ഇഷ്യൂനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം ഞാൻ രേണു സുധിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചി അത്ര ക്രൂരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ചേച്ചി പാവമാണ്. സോ എന്തായാലും
ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നാർജ ചേച്ചി, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ആരും ചെയ്ത ക്രൂരതകളെ പറ്റി പറഞ്ഞിട്ടില്ല. കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി ഇങ്ങനെയൊക്കെ സബ്സ്ക്രിപ്ഷനും സംഭവങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി കാണാത്തത് എന്നാണ്. അല്ലാതെ എന്നെ അടുത്ത് ഇത്ര ക്രൂരതകളും സംഭവങ്ങളൊന്നും ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ആ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വിഷയം നടന്നതൊന്നും ചേച്ചി അറിഞ്ഞിട്ടില്ല. ചേച്ചി എവിടെ ആയിരുന്നു? മനസ്സിലാകത്തില്ല. 24 മണിക്കൂർ പറയല്ല ചാച്ചൻ്റെ ഓട്ടോ എന്നും പറഞ്ഞ് ഏറിപ്പോയി ചേച്ചി അവിടെ തന്നെ ഇരിക്കുവാന്ന്. ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലയോ? ഒരു കാര്യം അറിയത്തില്ല. മീഡിയക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ വളവളാതെ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് രീതി പറയുന്നതാണ് ചേച്ചിയുടെ മെയിൻ പരിപാടി. ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് വന്ന് പറയുമ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പറ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പറ. ഒന്നും അറിയത്തില്ലെങ്കിലും വന്നു കിടന്ന് എല്ലാം അറിയാമെന്നും പറഞ്ഞുള്ള രീതിയിലുള്ള ചേച്ചിയുടെ സംസാരം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടേ വന്നു കിടന്ന് സംസാരിക്കാവൂ. ഇനിയിപ്പോൾ ജാസിക്കാക്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എടേ, ഇവർക്കൊക്കെ ഈ ലൂപ്പുമായിട്ട് ഒരു ബന്ധവും ഒന്നും അറിയത്തൂല, ഒരു തേങ്ങാക്കോയി അറിയത്തില്ല. ചുമ്മാ വന്ന് കിടന്ന് അങ്ങ് പറയുക, എന്തും അതൊന്നും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പറയുക. ഇനിയിപ്പോ ജാസിക്കൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചേച്ചി അതിനകത്ത് കുറെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു, അതെല്ലാം ഫേക്കാന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു പോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അല്ല സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിരുന്നില്ലേ? സ്റ്റേറ്റ്മെന്റ് മറ്റേ ജിപേ ചെയ്ത് കൊടുത്തതിന്റെയും ചാറ്റ് അങ്ങനെ കുറെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ രേണു എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ടാണ് രേണുവിന്റെ മാനേജർ കരിഷ്മയുടെ വീട്ടിൽ ഞങ്ങൾ പല സമയങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ കിച്ചു വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുതി പേയ്മെന്റ് അയച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഇല്ലാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. കാരണം അത് ഞാൻ കണ്ടത്. എന്റെ പൊന്ന് ജാസിക്കാക്ക, നിങ്ങൾ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ തുറന്നു പറയല്ലേ രേണു ചേച്ചി, നിങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് സ്വന്തം മകന് കൊടുത്തിട്ടുള്ളത് ഇത് 1-2 ആൾക്കാരല്ല, ഇതേകൂട്ടുള്ള നിരവധി സെലിബ്രിറ്റിയിൽ നിന്ന് സ്വന്തമായിട്ട് മുദ്ര കുത്തി നടക്കുന്ന കുറെ എണ്ണം വന്നിട്ട് ഇതോട്ട് പറയുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് കണ്ടു, കിച്ചുചേട്ടൻ വിളിക്കുന്നത് സ്പീക്കർ ഇട്ടപ്പോൾ കേട്ടു. ഈ സ്ക്രീൻഷോട്ട് എത്ര രൂപ അയച്ചു കൊടുത്തെന്ന് ഞാൻ കണ്ടു. ഇതൊക്കെ എത്ര പേരാ ചേച്ചി പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. പക്ഷെ ഇത് വലം കൈ കൊടുത്തിട്ട് നാട്ടുകാരുടെ എല്ലാവരുടെയും ഇടം കൈ അറിഞ്ഞല്ലോ രേണു ചേച്ചി. സ്വന്തം മകനല്ലേ കൊടുക്കുന്നത്, അതെങ്കിലും സ്വന്തമായിട്ടൊന്ന് പ്രൈവറ്റ് ആക്കി വെച്ചുകൂടി. ഇത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് പൈസ കൊടുക്കുന്നതൊക്കെ മോശമായിട്ടൊരു കാര്യമാണ്. അത് സ്വന്തം മകനാണ്, വല്ലവർക്കും ആണെങ്കിൽ പോട്ടെ എന്ന് പറയാം. രേണു ചേച്ചി ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വരുമെന്ന് അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു പണ്ടേ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പം വിഷയം വന്നപ്പോൾ എല്ലാവരും രംഗത്ത് വന്ന് ഞങ്ങൾ സ്ക്രീൻഷോട്ട് കണ്ടേ കിച്ചുവിന് ഇത്രയും രൂപ അയച്ചു കൊടുത്തെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. രേണു ചേച്ചി മോശം എന്ന് തന്നെ പറയും. രേണു ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നതിനോടൊന്നും ഒന്നും നമുക്കെതിരില്ല. സപ്പോർട്ട് ചെയ്തിട്ട് അവരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോരുത്തർക്ക് പറയാം. പക്ഷെ ഒന്നും അറിയാത്ത രീതിയിൽ വന്നിട്ട് സംസാരിക്കുന്നതും നാട്ടുകാർ ആരും അറിയാത്ത രീതിയിൽ വന്നിട്ട് സംസാരിക്കുന്നതും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് അയക്കുക തന്നെ വേണം. ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് കമന്റ് അയക്കണം. എല്ലാവരുടെ അഭിപ്രായം നമ്മൾ വായിച്ചു നോക്കുന്നതാണ്. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം കുറെ ആളുകളുടെ ഈ വിവരക്കേടുകളൊന്നും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേട്ടുള്ളവരുടെ മുഖംമൂടിയൊക്കെ വലിച്ചു കയറുന്നത് എല്ലാവരും കാണണം. അതിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ വീഡിയോ ഹൈപ്പും ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത് നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാൻ പഠിച്ചത് നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.